ഹായ്, ടേസ്റ്റ് ഓഫ് യുവർ ചോയ്സിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു സ്വീറ്റായിട്ടുള്ള ഒരു പുഡിങ്ങിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ബ്രെഡ് കാരമൽ പുഡിങ് എല്ലാവർക്കും എളുപ്പം ചെയ്തെടുക്കാൻ പറ്റുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും ബ്രെഡൊക്കെ കയ്യിലിരിപ്പുണ്ടെങ്കിൽ. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. ഇതിനായിട്ട് ഞാനിവിടെ ഒരു 5 പീസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. ഈ ബ്രെഡിൻ്റെ സൈഡ് പോർഷനൊക്കെ നമുക്കൊന്ന് കട്ട് ചെയ്ത് കളയാം. അത് വെച്ച് നമ്മളിങ്ങനെ പൊടിച്ചെടുക്കുന്ന സമയത്ത് ബ്രെഡിനൊരു വേറൊരു കളറുണ്ടാവും. അപ്പോൾ പിന്നെ നമുക്ക് ആ ഒരു വൈറ്റ് കളറ് പുഡിങ്ങിന് കിട്ടത്തില്ല. അപ്പോൾ ഇത് നമുക്ക് കട്ട് ചെയ്ത് കളയാം. അങ്ങനെ ഇതിൻ്റെ സൈഡെല്ലാം കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒരു 4 പീസായിട്ട് അല്ലെങ്കിൽ ഒരു ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്ത് നമുക്കിത് മിക്സിയുടെ ജാറിലിട്ടൊന്ന് പൊടിച്ചെടുക്കണം. നമുക്കിത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഒന്നിച്ചിട്ട് കൊടുക്കാൻ പറ്റുമെങ്കിൽ അതേ രീതി പൊടിക്കുക, അല്ലെങ്കിൽ കുറേശ്ശെ ഇട്ടിട്ട് പൊടിച്ചെടുക്കാം. ഇപ്പോൾ ഇത് മൊത്തം നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒരു സൈഡിലോട്ട് മാറ്റി വയ്ക്കാം. ഇവിടെ ഞാനൊരു ചെറിയ ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാനൊരു 2.5 ടേബിൾ സ്പൂൺ കസ്റ്റർഡ് പൗഡർ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ കസ്റ്റർഡ് പൗഡർ എല്ലാവരുടെയും കയ്യിൽ കാണില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് ഇതേപോലെ തന്നെ കോൺഫ്ലവറിൻ്റെ പൗഡർ ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ മൈദ ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം. ഇതുപോലെ 2.5 ടേബിൾ സ്പൂൺ എടുത്തിട്ട് ഇതുപോലൊരു 5 ടേബിൾ സ്പൂൺ പാൽ കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഞാനിപ്പം 5 ടേബിൾ സ്പൂൺ പാൽ ചേർക്കുന്ന സമയത്ത് നിങ്ങൾ മറ്റ് പൊടി എടുക്കുമ്പോൾ അതുപോലെ തന്നെ പാലിനകത്തും അതുപോലെ വെള്ളത്തിനകത്തും വേണമെങ്കിൽ നമുക്ക് കലക്കി ഇതുപോലെ മാറ്റി വയ്ക്കാം. പിന്നെ ഇത് വാനില ഫ്ലേവറിലുള്ള കസ്റ്റർഡ് പൗഡറാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നിങ്ങൾ മൈദയോ കോൺഫ്ലവറോ ആണ് ചേർക്കുന്നതെങ്കിൽ വാനിലയുടെ എസൻസ് സെപ്പറേറ്റ് കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി പാൽ തിളപ്പിക്കുന്ന സമയത്ത്. ഇനി നമുക്ക് ഷുഗർ ഒന്ന് കാരമൽ ചെയ്യാൻ വേണ്ടി ഞാനൊരു അടി കട്ടിയുള്ളൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അത് നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് 1/4 കപ്പ് പഞ്ചസാര കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ പഞ്ചസാര നമ്മൾ ഇളക്കി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അത് ചെറുതായിട്ട് ആ തീയിലിരുന്നൊന്ന് മെൽറ്റായിട്ട് വന്നോളും. നമ്മളിതിൻ്റെ അടുത്തൊന്ന് മാറരുത്, കാരണം ഷുഗർ മെൽറ്റായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് കളർ ചേഞ്ച് ആയിട്ട് കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇതേപോലെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും, കണ്ട ഷുഗറൊക്കെ മെൽറ്റായിട്ട് വരുന്നുണ്ട്. അപ്പം ഇത് ഫുള്ളായിട്ട് മെൽറ്റാവുന്ന സമയം വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഇതിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ചായി വരുന്നുണ്ട്. ഇനി കുറച്ചുകൂടി ഇത് മെൽറ്റ് ആവാനുണ്ട്. ഇപ്പോൾ ഇത് മുഴുവനായിട്ട് മെൽറ്റായിട്ട് ഒരു ബ്രൗൺ ഷെയ്ഡിൽ വന്നിട്ടുണ്ട്. ഇനി കൂടുതൽ സമയം നമ്മളിത് വെച്ചേക്കണ്ട. ഈ സമയത്ത് ഞാനിതിലേക്കൊരു 2 ടേബിൾ സ്പൂൺ ചൂടുവെള്ളം കൂടി ചേർത്ത് കൊടുക്കുകയാണ്. പെട്ടെന്ന് ഇതൊന്ന് ലൂസായി വരാൻ വേണ്ടിയാണ്. ഇപ്പോൾ ഇത് നമ്മൾ ഒഴിക്കുന്ന സമയത്ത് കുറച്ച് കട്ട കെട്ടുന്ന പോലെ തോന്നും. അത് പേടിക്കൊന്നും വേണ്ട, നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മതി. ഇപ്പോൾ നമ്മുടെ ഷുഗർ കാരമൽ ചെയ്തത് റെഡി ആയിട്ടുണ്ട്. ഇനിയും നമ്മൾ പുഡിങ് റെഡിയാക്കുന്നത് ഞാൻ ഇതുപോലെ ഒരു പാത്രത്തിലാണ്. ഇതിലേക്ക് ഞാനിപ്പോൾ ഇത് അന്നേരം തന്നെ ഒഴിച്ചു കൊടുക്കണം, ചൂടോടെ തന്നെ ഒഴിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്നത് പെട്ടെന്ന് അങ്ങ് കട്ട് ചെയ്യിപ്പോവും. അപ്പോൾ അന്നേരം തന്നെ ഇതേപോലെ ഒഴിച്ച് ഒന്ന് ചുറ്റിച്ചു കൊടുക്കണം, എല്ലാ സൈഡിലേക്ക് എത്തുന്ന പോലെ. നിങ്ങൾ ഇതേപോലെ പാത്രം ഇല്ലാത്തവർ നിങ്ങൾക്ക് സ്റ്റീലിൻ്റെ ഇതേപോലുള്ള ഏതെങ്കിലും ഒരു പാത്രം എടുത്താൽ മാത്രം മതി. ഇത് തന്നെ വേണമെന്നൊന്നുമില്ല. ഇതിപ്പോൾ ഞാൻ കേക്കൊക്കെ ഉണ്ടാക്കുന്ന ടിന്നാണിത്. നമ്മൾ ഏത് പാത്രത്തിലാണോ റെഡിയാക്കുന്നത് അതിലേക്ക് ഇതുപോലെ പെട്ടെന്ന് തന്നെ ഒഴിച്ച് മൊത്തത്തിലൊന്ന് കറക്കി കൊടുക്കുക. ഇപ്പോൾ ഇത് മൊത്തത്തിലാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു സൈഡിലേക്ക് വെക്കാം. ഇനി ഇവിടെ ഞാൻ 3 കപ്പ് പാല് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. ഇപ്പോൾ പാല് ചെറുതായിട്ടൊന്ന് തിളച്ച് വരുന്ന സമയത്ത് ഞാൻ നേരത്തെ എടുത്ത് വെച്ചിരുന്ന ആ കസ്റ്റേർഡ് മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. നിങ്ങൾ മൈദയോ അതുപോലെ കോൺഫ്ലവറോ ചേർക്കുന്നെങ്കിൽ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏലക്കാപ്പൊടിയുടെ ഫ്ലേവറൊക്കെ ഇഷ്ടമാണെങ്കിൽ അതൊക്കെ ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. കട്ടയൊന്നും ഇല്ലാത്ത രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഇത് നന്നായിട്ട് തിളച്ച് മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ കുറേശ്ശെ നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിരുന്ന ബ്രെഡിൻ്റെ പൊടി കുറേശ്ശെ ഇട്ടിട്ട് മൊത്തത്തിൽ ഇളക്കി കൊടുക്കണം. മൊത്തം ഇട്ടിട്ട് ഇളക്കരുത്, കുറേശ്ശെ ഇട്ടിട്ട് ഇതുപോലെ ഇളക്കി കൊടുക്കുക. ഇതിപ്പോൾ
ഇപ്പം ബ്രെഡിൻ്റെ പൊടിയൊക്കെ ഇട്ട് മൊത്തത്തിൽ ഇളക്കി മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാനൊരു 4 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കുകയാണ്. പാൽ തിളയ്ക്കുന്ന സമയത്ത് നമുക്ക് ചേർത്ത് കൊടുക്കാം പഞ്ചസാര. 4 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഈ ഒരു കറക്റ്റ് മധുരമാണിത്. ഇത് കൂടുതലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പുഡിങ്ങിനൊരു ഭയങ്കരമായിട്ട് അങ്ങ് മധുരമാകും. പക്ഷേ ഇത് കറക്റ്റ് ഒരു മധുരമാണ്. അതുകൊണ്ട് തന്നെ 4 ടേബിൾ സ്പൂൺ കറക്റ്റാണ് ഇതിന് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി ഫുള്ളായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ഗ്യാസൊക്കെ ഓഫ് ചെയ്യാം. ആ ചൂടോട് തന്നെ ഞാൻ നേരത്തെ കാരമൽ ചെയ്ത് ഒഴിച്ച് വെച്ചിരുന്ന ആ ട്രേയിലേക്ക് നമുക്ക് ഈ പുഡിങ്ങിൻ്റെ ഈ ഒരു മിക്സ് കൂടി ഒഴിച്ച് ഒന്ന് ലെവൽ ചെയ്തെടുക്കണം. ഇതിപ്പോൾ ഞാൻ മൊത്തം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഒന്ന് ചെറുതായിട്ടൊന്ന് തട്ടിക്കൊടുത്തതിന് ശേഷം നമുക്കിനി ഇത് ആവിയിൽ വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇതിനായിട്ട് ഞാൻ നമ്മൾ ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കുന്ന അതിൻ്റെ പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ വെള്ളം ഒഴിച്ച് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിലായി ഇതിൻ്റെ തട്ടെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലാണ് നമ്മുടെ പുഡിങ്ങിൻ്റെ ബേസ് വെച്ച് കൊടുക്കുന്നത്. ഇനി ഇത് അടച്ചിട്ട് നമുക്ക് ഫുള്ളായിട്ട് ഇതിൻ്റെ അടപ്പ് വെച്ച് അടച്ചു കൊടുക്കാം. ഇനി ഇതൊരു അരമണിക്കൂർ നമുക്ക് ഒന്ന് ഇത് വേവിക്കാൻ വേണ്ടി വെക്കണം. മീഡിയം ഫ്ലെയിമിലിട്ട് വേവിച്ചെടുത്താൽ മതി. കറക്റ്റ് അരമണിക്കൂർ വെച്ച് കൊടുക്കാം. ഇതിപ്പം അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ ഇത് നന്നായിട്ടായിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം സൈഡിലൊക്കെ ആ കാരമലിൻ്റെ മെൽറ്റായിട്ടൊരു ബ്രൗൺ ഷെയ്ഡിലൊക്കെ വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് പുറത്തെടുത്തിട്ട് റൂം ടെമ്പറേച്ചറിൽ വെച്ചേക്കുക. അതായത് നമ്മൾ ഇതിൻ്റെ ചൂടെല്ലാം ആറുന്നത് വരെ വെളിയിൽ ഇരിക്കട്ടെ. ചൂട് ആറിയതിന് ശേഷം നമുക്കിത് ഫ്രിഡ്ജിലേക്ക് വെക്കാം. ഫ്രിഡ്ജിൽ എത്ര സമയം പ്പിക്കാൻ വെക്കാമോ അത്രയും സമയം വെക്കുക. ഒരു 2 മണിക്കൂർ വെച്ചിട്ട് നിങ്ങൾ പുറത്തെടുത്ത് നിങ്ങൾക്കിത് കട്ട് ചെയ്ത് കഴിക്കാം. അതിൽ കൂടുതൽ സമയം വെക്കണമെങ്കിൽ അതിനനുസരിച്ച് വെക്കാം. ഞാനിപ്പോൾ ഇതൊരു 4-5 മണിക്കൂർ ഫ്രിഡ്ജിനകത്ത് വെച്ചതിന് ശേഷം പുറത്തെടുത്തിരിക്കുകയാണ്. നല്ല തണുത്തിരിക്കുകയാണ്. ഇങ്ങനെ കഴിക്കുന്നത് നല്ല ടേസ്റ്റാണ് കേട്ടോ. ഫ്രിഡ്ജിലൊക്കെ വെച്ചിട്ട് തണുപ്പിച്ച് കഴിക്കുന്നതാണ് പുഡിങ്ങിൻ്റെ ടേസ്റ്റ്. ഇനി ഇത് നമുക്കൊരു പാത്രത്തിലേക്കൊന്ന് കമഴ്ത്തി ഇട്ട് കൊടുക്കാം. എങ്കിലാണത് കറക്റ്റായിട്ട് അതിൻ്റെ ഒരു കാരമലൊക്കെ മെൽറ്റായി നമുക്കറിയാൻ പറ്റും. ഇതേപോലെ ഒന്ന് കമഴ്ത്തി വെച്ചിട്ട് സൈഡൊക്കെ ഒന്ന് വിട്ട് കൊടുത്തതിന് ശേഷം ഒരു കത്തി വെച്ചിട്ട് സൈഡൊക്കെ ഒന്ന് വിട്ട് കൊടുത്തതിന് ശേഷം ഇതുപോലൊന്ന് എടുത്ത് വെക്കുക. നിങ്ങൾക്ക് കാണുമ്പം അറിയാൻ പറ്റുന്നുണ്ടാവും നമ്മുടെ കാരമലൊക്കെ നല്ല മെൽറ്റായിട്ട് ഇങ്ങനെ കറക്റ്റ് ഒരു പുഡിങ്ങിൽ വന്നിട്ടുണ്ട്. നല്ല സൂപ്പർ ടേസ്റ്റാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇതിപ്പോൾ ഞാനൊന്ന് കട്ട് ചെയ്ത് കാണിക്കാം. ഇതിൻ്റെ അകമൊക്കെ എങ്ങനെയാണെന്ന്. നല്ല എന്താ പറയുക, വായിലിട്ട് അലിഞ്ഞു പോകുന്ന രീതിയിലുള്ള ഒരു പുഡിങ് തന്നെയാണ്. നല്ല ടേസ്റ്റാണ്. ഇതേപോലെ നമുക്ക് പെട്ടെന്ന് തന്നെ കട്ട് ചെയ്തെടുക്കാൻ പറ്റും. നല്ല സൂപ്പർ ടേസ്റ്റാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും തയ്യാറാക്കാൻ അറിയാവുന്ന ഒരു പുഡിങ് തന്നെയാണ്. എങ്കിലും ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ആണെങ്കിൽ ഇതുവരെ ചെയ്ത് നോക്കിയിട്ടില്ലാത്തവർ ട്രൈ ചെയ്ത് നോക്കുക. ചെയ്ത് നോക്കുന്ന സമയത്ത് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ അറിയിക്കുക. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി അടുത്ത എപ്പിസോഡിൽ കാണുന്നത് വരെ ബൈ.